മുഖ്യമന്ത്രിക്കാണോ സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ പരാതി വന്നു കഴിഞ്ഞാൽ ചോദ്യമാണ്. ഞാൻ ആവർത്തിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസ് ഇന്ന് പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യട്ടെ, അല്ലെ നിങ്ങൾ സമ്മതിക്കുക. പോലീസിന്റെ സംവിധാനം തകർന്നു പോയിരിക്കുന്നുവെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. പോലീസിന്റെ സംവിധാനം കേരളത്തിൽ തകർന്നു പോയിരിക്കുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. ജോർജ് സാർ പറഞ്ഞതിനകത്ത് പ്രശ്നം എന്തറിയോ? ജോർജ് സാർ പറഞ്ഞത് കോടതി പറഞ്ഞില്ലേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അങ്ങ് കോടതി പറഞ്ഞ KPCC പ്രസിഡന്റിന് കൊടുത്ത പരാതിയെ കുറിച്ചാണ് കോടതി പറഞ്ഞതെന്ന് ഞാൻ പിന്നെ കേരളത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവായ ഒരു പ്ലീസ് ഞാൻ പറയുന്നതിന് എനിക്ക് കൃത്യം മുഖ്യമന്ത്രിക്കാണോ പരാതി കൊടുക്കുന്നതെന്നുള്ളതല്ലായിരുന്നു വിഷയം. രണ്ടാമത്തെ പരാതി നോക്കൂ സാർ എന്തോ ഈ പറയുന്നേ? ആദ്യത്തെ പരാതിയെ കുറിച്ചല്ല ഇവിടുത്തെ ചർച്ച. ഇന്ന് വന്ന പരാമർശം രണ്ടാമത്തെ കേസ് ഞാൻ പറയുന്ന കേൾക്കൂ സാർ പ്ലീസ്, ഞാൻ പറഞ്ഞ കേൾക്കൂ പ്ലീസ്. രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് ഇന്ന് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ പരിഗണനയിൽ വന്നപ്പം അതിനകത്ത് വന്ന ഒരു റിമാർക്കാണിത്. അത് മുഖ്യമന്ത്രിയിലേക്ക് പോയ പരാതി അല്ല, താങ്കളത് മനസ്സിലാക്കൂ. അപ്പോൾ വന്നൊരു പ്രശ്നമാണിത്. ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് തന്നെയാണോ കൊടുത്തത്? മുഖ്യമന്ത്രിയോട് അവരൊരു അഗ്രീവ്ഡ് പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ റിയൽ എക്സിക്യൂട്ടീവിൻ്റെ മുന്നിൽ അവരത് അവതരിപ്പിച്ചു. FIR എടുക്കുന്ന മുഖ്യമന്ത്രിയല്ല, അപ്പോഴും FIR എടുക്കുന്ന പോലീസാണ്. ഒരു സ്ത്രീക്ക് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ അടുക്കൽ അവരുടെ ആവലാതി പറയാൻ പറ്റത്തില്ലെന്ന് ആരാ പറഞ്ഞത്? സാറിനെ പോലെ ഒരു പ്രൊഫസറായിരുന്നു, വിദ്യാർത്ഥികളെ എത്രയോ പേരെ പഠിപ്പിച്ച ഞാൻ പറയാത്ത കാര്യം പറയരുത്. ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നുള്ളത് നിൽക്കുന്നു. താങ്കൾ പറയൂ, ഇല്ലാത്ത കാര്യം പറയരുത്. ഞാൻ പറയാത്ത കാര്യം പറയട്ടെന്ന്. നിങ്ങൾക്ക് എന്തും പറയാൻ ഒക്കത്തില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിനെ കുറിച്ചുള്ള താങ്കളുടെ നിങ്ങളെ സത്യം പറയാതിരുന്നാൽ ജോർജ്, ഞാൻ അവതാരകനാണല്ലോ, ഞാൻ കേട്ടതാണ് പ്രൊഫസർ AG ജോർജ് ആവർത്തിക്കുന്നു. ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയണ്ട. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ ജനാധിപത്യ അവകാശമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവകാശമുണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ ആദ്യം മിണ്ടായിരിക്കാൻ പറയൂ. ഞാൻ പറയുന്നത് താങ്കൾ കേട്ടല്ലോ, അദ്ദേഹം അത് അനുസരിക്കുന്നില്ല. താങ്കൾ പറയൂ. ഇവിടെ അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഇവിടെ ചർച്ചാ വിഷയം എന്തായിരുന്നു? ഈ വിഷയത്തിനകത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ആ മുഖ്യമന്ത്രിക്കാണോ എല്ലാവരും പരാതി കൊടുക്കുന്നത് എന്നൊരു തർക്കം ഇവിടെ വന്നു. നോക്കൂ, അവരുടെ ആവലാതി അവർ പറഞ്ഞു. ആ ആവലാതി എന്ന് പറയുന്നത് പരാതി രൂപത്തിൽ FIR ആകുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുന്നിൽ തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതിന് നിങ്ങൾക്ക് CRPCയെ ഡൈല്യൂട്ട് ചെയ്തെന്ന മുഖ്യമന്ത്രി എന്ന FIR ഇടുവോ? ഇല്ലല്ലോ. പക്ഷേ ഒരു സ്ത്രീക്ക് അവരുടെ പരാതി പറയാൻ അവർക്ക് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്തിനാ ഒരു സ്ത്രീ പ്രതിപക്ഷ നേതാവിൻ്റെ അടുക്ക പരാതി പറഞ്ഞത്? പ്രതിപക്ഷ നേതാവിൻ്റെ അടുക്ക പരാതി പറഞ്ഞില്ലേ? റിനി പറഞ്ഞ ആദ്യത്തെ പരാതി പ്രതിപക്ഷ നേതാവിൻ്റെ അടുക്കില്ല. കാര്യം എന്താ? അവർക്കൊരു ആശ്രയ കേന്ദ്രമാണ് പ്രതിപക്ഷ നേതാവ് എന്ന് അവർക്ക് തോന്നിയോണ്ടാണ്. ആ കാര്യം മുഖ്യമന്ത്രിക്ക് ബാധമല്ലേ? എന്നെ മുഖ്യമന്ത്രിക്ക് ബാധമല്ലാത്ത ഒരു സ്ത്രീക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ അടുക്കൽ അവർക്ക് നേരിട്ട ബുദ്ധിമുട്ട് പറയാൻ പറ്റുമെങ്കിൽ അതുപോലൊരു പരാതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പറയാൻ എന്താണ് പാട്? അപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് പറയുമ്പോൾ രാഷ്ട്രീയം, മറ്റേ രാഷ്ട്രീയമല്ല. അതങ്ങ് കൈവച്ചിരുന്നാൽ അത് സമ്മതിക്കാൻ പറ്റത്തില്ല. നോക്കൂ, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കൂ, 8 ദിവസം, ഇപ്പോൾ 9ാമത്തെ ദിവസം കഴിഞ്ഞ് 10ാമത്തെ ദിവസമാണല്ലോ, 8 ദിവസം UDFിൻ്റെ കൺവീനർ ഉൾപ്പെടെ അടൂർ പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു വിഷമമില്ലായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നോ? ഇപ്പോൾ ജോർജ് സാർ പറഞ്ഞിരിക്കുകയാണ്, അന്തസ്സുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യും. അദ്ദേഹം UDFിന് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്, കോൺഗ്രസിന് വേണ്ടിയിട്ടാണല്ലോ. ഈ കോൺഗ്രസ്സുകാരൊക്കെ 8 ദിവസം ഇവിടെ പോയിരിക്കായിരുന്നു. 8 ദിവസം അറസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അവരുടെ വായിക്കകത്ത് നാക്കില്ലായിരുന്നു. 8 ദിവസം അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് 8 ദിവസം കോൺഗ്രസ്സുകാരനായിരുന്ന, കോൺഗ്രസിൻ്റെ MLA ആയിട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യായിരുന്ന പോലീസിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. കോൺഗ്രസിനെ പുറത്താക്കി പിറ്റേ ദിവസം അപ്പത്തൊട്ട് ഇവർക്കറിയാം ഇത് ഭയങ്കര മോശമാണ്, പോലീസിൻ്റെ അനാസ്ഥയാണ്. ആ 8 ദിവസം പോലീസിൻ്റെ അനാസ്ഥ ഇല്ലായിരുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ്. 2, അടൂർ പ്രകാശ് പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിക്ക് അറിയാം ഇയാൾ എവിടെ ഇരിക്കുന്നതെന്ന്.
അതും 8 ദിവസമായിട്ട് അടൂർ പ്രകാശിന് മുഖ്യമന്ത്രിക്ക് 8 ദിവസം അറിയാമെന്നുള്ള കാര്യം പ്രശ്നമില്ലായിരുന്നു. 9ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി അറിഞ്ഞ് ഇയാൾ എവിടെ ഇരിക്കുന്നതെന്ന്. ഒരു നാണോ ഉളുപ്പോ ഒക്കെ ഉണ്ട് ഇത് പറയാൻ.